ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അവധിയാണ്. അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ലൂട്ടനിൽ നിന്നും ഇൻ്റർചേഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർചേഞ്ച് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ബസ്സും അതുപോലെ തന്നെ ട്രെയിനും എല്ലാം കിട്ടുന്ന ഒരു ബസ് സ്റ്റാൻഡാണത്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്താണ്, ഞങ്ങൾ ഇവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയണിച്ച് പിന്നെ ജോലിക്ക് പോകുന്നു. പിന്നെ ഓരോരോ സ്ഥലത്തേക്ക് പോകുന്നവർ മാത്രമേ ഉള്ളൂ. അധികം തിരക്കൊന്നുമില്ല, കാരണം രാവിലെ ആയതുകൊണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന ഇതാണ് നമ്മളുടെ ബസ് സ്റ്റേഷൻ. അപ്പോൾ നേരെ കാണുന്നതാണ് നമുക്ക് ട്രെയിനും കിട്ടും അവിടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴി കാണിച്ചു തരാം, അവിടെ പോയി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന്. ഈ കാണുന്ന ഇതാണ് നമ്മളുടെ ബസ് 757. നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സാണ്, ലണ്ടനിലോട്ട് പോകാം. ഞങ്ങൾക്ക് ലണ്ടനിൽ എത്തേണ്ട ആവശ്യമില്ല, അതിന് മുന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബസ് കയറി ബസ് ഇറങ്ങി. ഇതാണ് മാർബിൾ ആർക്ക്, ബേക്കർ സ്ട്രീറ്റ് എന്ന് പറയും. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നടക്കാറുണ്ട് മാർബിൾ ആർക്കിലോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം അടിപൊളി സ്ഥലമാണത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് നമ്മൾ ബേക്കർ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് എവിടേക്ക് പോകണം, മാർബിൾ ആർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. അവിടെയാണ് നമ്മളുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയാം എങ്ങനെയാണ് സ്ഥലങ്ങൾ, എവിടേക്കാണ് പോയത് എന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എങ്ങനെ വരുന്നത് പറഞ്ഞാൽ, ബസ്സിന് വരാനായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ചീപ്പായിട്ട് വരിക. കാരണം നമുക്ക് ബസ്സിന് വരുമ്പോൾ ഏകദേശം ഒരു 12 പൗണ്ടൊക്കെയാണ് വരുന്നത്. സ്റ്റുഡൻ്റ് ID കാർഡ് ഉണ്ടെങ്കിൽ 6 പൗണ്ട് ആവത്തുള്ളൂ. പക്ഷേ അതേ നമുക്ക് അത് കമ്പയർ ചെയ്യുമ്പോൾ, ട്രെയിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 13 തൊട്ട് 18 പൗണ്ടിൻ്റെ അടുത്തൊക്കെ വരും നമുക്ക് ടിക്കറ്റ്. പിന്നെ നമുക്ക് തിരിച്ചു വരുമ്പോൾ അതിന് വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് പിന്നെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ദിവസം ഫുള്ളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. 2 വേ എടുത്തു കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് 1 വേ എടുത്ത് പോയാലും ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് ചില സമയങ്ങളിലൊക്കെ ഒരു പ്രത്യേകിച്ച് സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടിക്കറ്റ് കുറവായിരിക്കും. ചില സമയത്ത് ടിക്കറ്റ് വളരെ കൂടുതലാണ്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ട്രെയിനിൽ. അപ്പോൾ നല്ലൊരു എക്സ്പെൻസീവാണ് ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബസ്സായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി ഏകദേശം നമ്മുടെ സ്ഥലം എത്താറായി. ആ കാണുന്ന ഇതാണ്ടോ, ആ കാണുന്ന സ്ഥലമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം വിൻ്റർ വണ്ടർലാൻഡ് എന്നാണ്. അവിടേക്കാണ് നമ്മളുടെ പ്ലാനായിരുന്നു. അതാണ് ഇവിടെ എത്തിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഏകദേശം നമ്മളിവിടെ എത്തി. അടിപൊളി സ്ഥലങ്ങളാണ്. ഒരു പാർക്കാട്ടോ ഇത്. ഇവിടെ എന്തോ അടിപൊളി സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കാണുന്നുണ്ട് നമുക്ക്. നമ്മളിവിടെ എത്തി. ഇവിടെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 5 പൗണ്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പോൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഉള്ളിലോട്ട് ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് വിൻ്റർ വണ്ടർലാൻഡ്. ഇത് കുറച്ച് ദിവസം മാത്രമേ ഇത് ഉള്ളൂ.
റൈഡാട്ടോ ഈ കാണുന്ന. ശരിക്കും പറഞ്ഞാൽ നല്ല ധൈര്യവും വേണം അത് കയറണമെങ്കിൽ. ചിലവർ തലയോടെ തിരിഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ലൊരു അഡ്വഞ്ചറായിട്ടുള്ള ഇതാണ്. നമുക്കതിൽ നമ്മളുടെ ഈ നാട്ടിലൊക്കെ കയറുന്ന പോലെ തന്നെയാണത്. ഇതിലെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിലെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് എത്ര 9 പൗണ്ട് ഇങ്ങനെയാണ്. ഇത് ഫുൾ മാപ്പാണ് ഇവിടുത്തെ, എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാ റൈഡറും സെപ്പറേറ്റ് ക്യാഷ് ഉണ്ട്. ഒരു 10 പൗണ്ട്, 9 പൗണ്ട്, 9 to 15 പൗണ്ടിൻ്റെ അടുത്താണ് ഓരോ റൈഡ്സും വരുന്നത്. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു ബിരിയാണി എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.